ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു സ്ലീവ്സിൻ്റെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സ്ലീവാണ്. ഇത് നമ്മൾ കുർത്തിയുടെ ഒപ്പോ ബ്ലൗസിൻ്റെ ഒപ്പോ അങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു വെൽവെറ്റിൻ്റെ മെറ്റീരിയലും ഒരു നെറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതേപോലത്തെ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിനുങ്ങുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇത് വീഡിയോയിൽ മിനുങ്ങുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് കണ്ടു ഇതേപോലെ ബീഡ്സ് ഉണ്ട് നമ്മളുടെ വെൽവെറ്റ് തുണിയിൽ. അപ്പോൾ ഞാനിതിന് വേണ്ടിയുള്ള ഒരു പീസ് എടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് വരുന്നത് ഒരു 18 ഇഞ്ച് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ലെങ്ത്ത് ഒരു 9 കഴിഞ്ഞൊരു കുറച്ചുകൂടി 9 ഇഞ്ചോളം ഉണ്ട് ഞാൻ എടുത്തിരിക്കുന്ന വിഡ്ത്ത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ അധികം ലെങ്ത്തുള്ള സ്ലീവ്സ് അല്ല വെക്കുന്നത്. നെറ്റിൻ്റെ ഭാഗം നമുക്ക് കാണണമെങ്കിൽ അധികം ലെങ്ത്തിൽ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് രണ്ടാക്കി മടക്കിയിട്ടപ്പോൾ നമുക്ക് 9 ഇഞ്ച് വന്നു. അപ്പോൾ ഓപ്പൺ സൈഡിൽ നിന്നൊരു 3.5 ഇഞ്ച് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ വിഡ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 5.5 ഇഞ്ചും ഒരു 1 ഇഞ്ച് എക്സ്ട്രാ കൂടെ ആഡ് ചെയ്ത് ഒരു 6 ഇഞ്ചിൽ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അവിടുന്ന് മുകളിലേക്കൊന്ന് ഷേപ്പ് ചെയ്ത് ഇതേപോലെ ഒന്ന് വരക്കാം. എനിക്കൊരു മുത്ത് ഇവിടെ ഉള്ളതുകൊണ്ടേ വരക്കാൻ ഇത്തിരി പാടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതേപോലെ തന്നെ ഇത് ഇവിടെ ഇങ്ങനെ നോർമലായിട്ട് നമ്മൾ സ്ലീവ് ചെയ്ത പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്കെയിൽ വെച്ച് വരച്ച് കറക്റ്റായിട്ടൊന്നും മാർക്ക് ചെയ്തെടുക്കുന്നില്ല. നിങ്ങളങ്ങനെ ചെയ്യുക. എനിക്ക് മുത്തുള്ളതുകൊണ്ട് ഇവിടെ കറക്റ്റായിട്ട് ഞാനത് അതിൻ്റെ പ്രൊസീജിയറൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അളന്നെടുത്ത് സ്ലീവ്സ് മാർക്ക് ചെയ്യുക, എപ്പോഴും ചെയ്യുന്ന പോലെ. ഞാനപ്പോൾ അത് മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മളുടെ മുത്തുകളൊക്കെ ഒന്നും പൊട്ടിപ്പോവാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് താഴത്തെ ഭാഗത്ത് നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ താഴത്തെ ഭാഗം ഒരു വി പോലെയാണല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു മെത്തേഡാണ് ഞാൻ കാണിക്കും. എന്നിട്ട് നമ്മൾ മുകളിൽ 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടിട്ട് കോർണറിൽ ഭാഗത്തേക്ക് താഴേക്ക് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കണം. എനിക്കിവിടെ മുത്തുള്ളതുകൊണ്ട് സ്കെയിൽ വെച്ചൊന്നും വരക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് സ്കെയിൽ വെച്ചൊക്കെ ഇത് വരച്ചെടുക്കുക. ഞാനപ്പോൾ മുത്ത് തട്ടിപ്പോകാതെ ഇതേപോലെ ഒന്ന് സൈഡിൽ കൂടി ഒന്ന് വെട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെട്ടിയെടുത്തു. അതിന് ശേഷമാണ് നമ്മൾ താഴെ നെറ്റ് വെക്കാൻ വേണ്ടി പോകുന്നത്. ഇനിയാണ് നമ്മൾ സ്ലീവ്സിൻ്റെ കറക്റ്റ് ലെങ്ത്ത് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആ നെറ്റിൻ്റെ മീതയിലേക്കാണ് ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. മീതയിലൊരു 1/4 ഇഞ്ചും 1/2 ഇഞ്ചും ഇറക്കി ഇങ്ങനെ വെക്കുക. കാരണം നമുക്ക് അതവിടെ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് സീം അലവൻസ് വേണമല്ലോ. അപ്പോൾ അത് ഞാനത് അവിടെ ആഡ് ചെയ്ത് ഇട്ടിട്ടാണ് വെക്കുന്നത്. അതിന് മീതയിലേക്ക് കുറച്ച് ഇറക്കിയാണ് വെക്കുന്നത്. എന്നിട്ട് മുകളിലൊരു 1/2 ഇഞ്ച് ഇതേപോലെ നമ്മുടെ ഷോൾഡർ അടിച്ചെടുക്കുന്ന ഒരു 1/2 ഇഞ്ച് വേണമല്ലോ, അതിന് വിട്ടിട്ട് നമുക്ക് താഴത്തേക്കുള്ള ലെങ്ത്ത് നോക്കാം. അപ്പോൾ താഴെ എനിക്കൊരു 10-10.5 ഇഞ്ചിലാണ് ഞാൻ ലെങ്ത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 1/2 ഇഞ്ച് വിട്ടിട്ട് കറക്റ്റ് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ആ ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ നെറ്റായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള സീം അലവൻസ് ആഡ് ചെയ്തിട്ടാണ് ഈ തുണി ഇട്ടിരിക്കുന്നത്. അതായത് ഈ വെൽവെറ്റിൻ്റെ തുണി നെറ്റിൻ്റെ മെറ്റീരിയലിലേക്ക് കുറച്ച് ഇറക്കി ഇടണമെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഇറക്കിയിട്ടിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്റ്റാർട്ടിങ് ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഞാനിപ്പോൾ ലെങ്ത്ത് അളവെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 10.5 ഇഞ്ചിലാണ് ആ ലെങ്ത്ത് അളവെടുക്കുന്നത്. പിന്നെ താഴത്തെ ഭാഗം ഞാൻ മടക്കി അടിക്കുന്നില്ല. നിങ്ങൾ താഴത്തെ ഭാഗം മടക്കി അടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് കൂടെയുള്ള സീം അലവൻസ് താഴെ ആഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിത് സ്ലീവ് താഴത്തെ ഭാഗത്ത് ഒരു 6 ഇഞ്ചിൽ തരും. നമ്മൾ മുകളിലത്തെ ഭാഗത്ത് 6.5 ഇഞ്ചാണ് കൊടുത്തിരുന്നത്. താഴത്തെ നെറ്റിൻ്റെ പാർട്ടിൽ ഞാൻ 6 ഇഞ്ചിൽ വിഡ്ത്തും അടയാളപ്പെടുത്തിയിട്ട് സ്ലീവ്സ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് നെറ്റിൻ്റെ ഭാഗം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. എനിക്ക് വേണ്ട കറക്റ്റ് ലെങ്ത്തിൽ ഈ നെറ്റ് ആയതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ തെന്നി പോകുന്ന ഒരു രീതിയാണല്ലോ. അപ്പോൾ ഞാനതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതെല്ലാം കട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലേസ് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ലേസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ഒരു രസമുണ്ട് കേട്ടോ കാണാനുണ്ട്. വീഡിയോയിൽ അത്രയും അറിയുന്നില്ല, പക്ഷേ അതിൻ്റെ ഒരു തിളക്കൊക്കെ കൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തിയിടാം. എന്നിട്ട് ഇതെങ്ങനെ അടിച്ചെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ നെറ്റിൻ്റെ പീസ് ഞാൻ അതിൻ്റെ മീതിലേക്ക് ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഇനി ഞാൻ ലെങ്ത്ത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് വേണ്ട കറക്റ്റ് 10.5 ഇഞ്ച് ഉണ്ട്. ഇനി നമ്മൾ 2 ഇഞ്ച് അവിടെ 2 സൈഡിലും മാർക്ക് ചെയ്തില്ല. ആ 2 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടോ എന്ന് കറക്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. കറക്റ്റ് 2 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട് നോക്കിയിട്ട് വേണം പിൻ ചെയ്ത് വെക്കാനായിട്ട്. അല്ലെങ്കിൽ 2 സൈഡും 2 അളവായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലീവ്സ് അടിക്കുമ്പോൾ കറക്റ്റ് ആ വി പോലത്തെ പോർഷൻ കറക്റ്റ് അളവിൽ കിട്ടില്ല. ഇനി നമുക്കിവിടെ ഇങ്ങനെ സ്ലീവ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഭാഗം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ആ ഭാഗം അടിച്ചെടുത്ത വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയിന്നേ. ഇനി നമുക്ക് ബാക്കിൽ പോർഷൻ
മറ്റേത് റെക്കോർഡ് മറന്നില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന കാണിക്കാം. അപ്പോൾ ഈ ഭാഗം ഒരു 4 ഇഞ്ച് ഇട്ടിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. സിമ്പിളായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ഇങ്ങനെ ലേസ് വെക്കാം. താഴത്തെ ഭാഗം ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കുന്നുള്ളൂ. താഴെ ലേസൊന്നും വെച്ച് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതേപോലെ വീട് ഭാഗത്ത് ഇതേപോലെ ചരിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കണ്ടോ, ആ വീട് ഭാഗം എത്തുമ്പോഴേക്കും ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ കറക്റ്റ് വി പോർഷനിൽ ആക്കി എടുക്കണമെന്ന്, ആ പോർഷനിൽ അടിക്കണമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ചത് കണ്ടോ, ആ നടുക്കത്തെ ഭാഗം അങ്ങനെ പിടിച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്കാക്കി ഒന്ന് മടക്കി വയ്ക്കണത് കണ്ടോ. അപ്പുറത്തെ സൈഡിലേക്ക് ആ വീട് ആ ഭാഗം വരുന്ന ഭാഗത്ത് അപ്പുറത്തെ സൈഡിലേക്കാക്കി ഒന്ന് മടക്കി ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ പോർഷനിൽ ആ ഷേപ്പിൽ തന്നെ കിട്ടും. അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ അടിച്ച് വന്നിട്ട് നമ്മൾ സൂചി കുത്തിയിറക്കി ഇങ്ങനെ തിരിച്ച് കൊടുക്കണം. എന്നാലും നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ വലിച്ച് പിടിച്ചടിച്ചാൽ അത് നമുക്ക് കിട്ടില്ല. തിരിച്ച് വെച്ച് തന്നെ അടിക്കുക ഇതേപോലെ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് അടിച്ചിങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കാം. അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എവിടെയൊക്കെ സൈഡിലൊക്കെ പൊന്തിയിരിക്കുന്നുണ്ടെങ്കിൽ ലേസാണല്ലോ, 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്കത് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞു. താഴത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് താഴെ മടക്കി അടിക്കണമെങ്കിൽ ലേസ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു ഫിനിഷിങ്ങിലും അടിക്കാണ്ട് കട്ട് ചെയ്ത് ഒന്ന് കറക്റ്റ് ലെവലാക്കി എടുക്കുക. അങ്ങനെ കൂടി എനിക്ക് ലെവലാക്കി എടുക്കാനുണ്ട്. അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളത്. അപ്പോൾ ഇത് ബ്ലൗസിനാണെങ്കിലും കുർത്തിക്കാണെങ്കിലൊക്കെ നന്നായിട്ട് ഇണങ്ങുന്ന ഒരു മോഡലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക്